നമസ്കാരം. എൻട്രാക്കട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴ്നാട്ടിലെ പുകളൂർ എന്ന പ്രദേശത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുകളൂരും കേരളവുമായിട്ടുള്ള ബന്ധം എന്തെന്ന് വഴിയെ പറഞ്ഞു തരാം. തമിഴ്നാട്ടിലെ സമ്പത്ത് വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പുകളൂര്. ഇതിന് ഒരുപാട് ചരിത്രപരമായും അല്ലാത്തയുമായ പ്രാധാന്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. കാരണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത്. പുകളൂർ എന്ന പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ഇതൊരു പുകഴുന്ന ഊരാണ്. പുകഴെന്ന് പറയുന്നത് പ്രശസ്തിയുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതൊരു മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ മുനിസിപ്പാലിറ്റിയെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് നഞ്ചൈ പുകളൂര്, മറ്റൊന്ന് പുഞ്ചൈ പുകളൂര്. ഈ നഞ്ചൈ പുകളൂർ എന്ന് പറയുന്നത് ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. പുഞ്ചൈ പുകളൂർ എന്ന് പറയുന്നത് വെള്ളം എല്ലായിടത്തും കിട്ടില്ല, അവിടെയും ഇവിടെയും മാത്രം കുറച്ച് വെള്ളം അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് ഉള്ള സ്ഥലമാണ്. പഴയ ജനസംഖ്യ കണക്കനുസരിച്ച് ഇവിടെ 50,897 പേരാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കാവേരി നദിയുടെ തീരത്താണ് ഈ സ്ഥലമുള്ളത്. ഇവിടെയുള്ളവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ്. അത് കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട്, നെൽകൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പ്ലാന്റേൻ യൂക്ക എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു സാധനമുണ്ട്, അതായത് ഈ മരവല്ലിക്കിഴങ്ങ്, അത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നിലക്കടല, മെയ്സ്, പിന്നെ ചോളം, പിന്നെ മില്ലറ്റ്, നമ്മൾ ചാമ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ പുകളൂര്. നമ്മളിപ്പോ കടന്നു വന്ന ആ സ്ഥലത്തിന് കുറച്ച് മുമ്പായിട്ട് വേലായുധം പാളയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ വേലായുധം പാളയത്തിലാണ് ഇവിടെയുള്ള ഒരു ചന്ത പ്രവർത്തിക്കുന്നത്. അതിന് ഉഴവർ ചന്ത എന്നാണ് പറയുക. ഇവിടുത്തെ ഫാർമേഴ്സിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ കർഷകരുടെ മാത്രമുള്ള ഒരു ചന്തയാണത്. ഇവിടെ എന്തോ ആഘോഷം നടക്കേണ്ടത്, കല്യാണമാണോ എന്താണെന്ന് അറിയില്ല. ഈ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒന്ന് EID പാരി ഷുഗർ ഫാക്ടറിയാണ്. പിന്നെ ഒന്ന് TNPL ആണ്, തമിഴ്നാട് ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പർ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം. നമ്മളവിടെ പോകുന്ന വഴിക്ക് കാണും അത്. പിന്നെ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നാനാപരപ്പ് മാരിയമ്മൻ ക്ഷേത്രമുണ്ട്, വങ്കൽ ക്ഷേത്രമുണ്ട്, മലയമ്മ ക്ഷേത്രമുണ്ട്, പുഞ്ചൈ തോട്ടക്കുറിശി ക്ഷേത്രമുണ്ട്, പിന്നെ ശ്രീകണ്ഠി അമ്മൻ ടെമ്പിൾ ഉണ്ട്, പിന്നെ പുലിയമ്മന്താൻ ക്ഷേത്രമുണ്ട്. കാവേരി നദിയുടെ തീരത്ത് 800 വർഷം പഴക്കമുള്ള അരുൾമീക് മേഘബലേശ്വര ക്ഷേത്രമുണ്ട്. ഈ ഇതിന്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ്. അതുപോലെ വേലായുധം പാളയത്തിൽ കുന്നിന് മുകളിൽ ഒരു മുരുകക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ ചേര രാജാവിന്റെ കാലത്തുള്ള ശില്പങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് സ്കൂളുകളുണ്ട്. അതിൽ TNPL മെട്രിക്കുലേഷൻ സ്കൂളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ഫേമസ്. റിസൾട്ട് കൂടുതലുള്ള സ്കൂളും അത് തന്നെയാണ്. കേരളവുമായിട്ട് ഈ പുകളൂരിന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് 2021 ഫെബ്രുവരി 19 നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു പവർ ഗ്രിഡ് ഉണ്ട്. അതായത് 320 kV 2000 മെഗാവാട്ട് പുകളൂർ തൃശ്ശൂർ HVDC പ്രോജക്റ്റ് ആണത്. അങ്ങനെയാണ് കേരളത്തിലേക്ക് ഊർജം നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് പുകളൂർ. ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇപ്പൊ നമ്മൾ കാണുന്നത് TNPL ആണ്, തമിഴ്നാട് ന്യൂസ് പ്രിന്റ് ആൻഡ് പേപ്പേഴ്സ് ലിമിറ്റഡ് എന്ന 38% ഗവൺമെന്റ് ഓഹരിയും ബാക്കിയുള്ളത് പ്രൈവറ്റ് ബാങ്ക് ഓഹരിയുമായിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഇതില് ഒരുപാട് പേർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരു ടൗൺഷിപ്പ് കൂടിയാണ്. നമ്മളിപ്പോ കാണാൻ പോകുന്ന സ്ഥലങ്ങൾ ടൗൺഷിപ്പാണ് ഈ TNPL-ന്റെ. ഈ കമ്പനി ഇവിടെ സ്ഥാപിക്കുന്നത് തന്നെ ഇവിടെ ഷുഗർ കെയിൻ വേസ്റ്റ് ഉണ്ട്, അതായത് ബഗാസ് എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പേപ്പർ നിർമ്മിക്കുന്നത്. അങ്ങനെയാണ് തുടങ്ങിയത്. 1979 ഇത് ലിസ്റ്റ് ചെയ്തത്, കമ്പനീസ് ആക്ട് 1956 പ്രകാരം. ഇപ്പൊ ഈ സ്ഥലം നിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് കാഗിതപുരം എന്നാണ് ഇതിന് പറയാം.
അപ്പൊ 2019-20 ആനുവൽ റിപ്പോർട്ട് പ്രകാരം 39.58 ബില്യൺ ആണ് ഇതിന്റെ റവന്യൂ. എന്ന് പറഞ്ഞാൽ 470 മില്യൺ US$ ആണ്. കമ്പനിയിലെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1984-ലാണ്. അതിന്റെ ഇനീഷ്യൽ കപ്പാസിറ്റി അല്ലെങ്കിൽ തുടക്കത്തിലുണ്ടായിരുന്ന കപ്പാസിറ്റി 90,000 ടണ്ണാണ്. അപ്പൊ ഈ കമ്പനി അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല, ഇതിൽ ഉപയോഗിക്കുന്ന വെള്ളം വെറുതെ വേസ്റ്റായി കളയുന്നില്ല. അത് അവർ ഇവിടെ ജലസേചനത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം 1250 ഏക്കർ സ്ഥലം, അതായത് കർഷകരുടെ സ്ഥലത്തിലേക്കുള്ള ജലം ഇവിടുന്നാണ് പോകുന്നത്. 2004 2 പ്ലാന്റേഷൻ സ്കീമുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഫാം ഫോറസ്ട്രി, മറ്റൊന്ന് ക്യാപ്റ്റീവ് പ്ലാന്റേഷൻ സ്കീമുമാണ്. ഇതിൽ ക്യാപ്റ്റീവ് പ്ലാന്റേഷനിൽ വരുന്ന കമ്പനികൾ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ, അതുപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലൊക്കെ ഇവര് ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു കാർഡാക്കി കൊടുക്കുന്നതാണ് സഹകരണത്തിന്. ഏകദേശം 37,556 ഏക്കറോളം 28 ഡിസ്ട്രിക്റ്റുകളായിട്ട് ഇവര് ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ കമ്പനിക്ക് വേറെയും പ്രത്യേകതയുണ്ട്. ഇവർ സ്വന്തമായിട്ട് ഇവിടെ പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 61.18 മെഗാവാട്ട് പവറാണ് ഇവര് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ വിൻഡ് മില്ല്, നമ്മൾ വരുന്ന വഴിക്ക് വിൻഡ് മില്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൂടെ 18 മെഗാവാട്ട് അവര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ദേവർക്കുളവും പിന്നെ അതുപോലെ പെരുങ്കുടി, അവിടെയൊക്കെ തിരുനെല്വേലി ആ ഭാഗത്തൊക്കെയാണ് ഇവരുടെ വിൻഡ് മില്ലുകൾ ഉള്ളത്. അധികം വരുന്ന ഈ കറണ്ട് തമിഴ്നാട് സ്റ്റേറ്റ് ഗ്രിഡിലേക്ക് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. 2004 21.75 മെഗാവാട്ടായിരുന്നു വിൻഡ് ഫാമിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിനു പുറമെ ഈ ഷുഗറിന്റെ ഈ വേസ്റ്റ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ, ആ വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മീത്തേൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ മീത്തേൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബയോ മിത്തനേഷൻ പ്ലാന്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫർണൈസ് ഓയിലിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രിസിറ്റി പദ്ധതികളുണ്ട് ഇവിടെ. 6.75 മെഗാ ടണ്ണൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട് ഇവിടെ. ഇപ്പൊ 35.32% ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഈക്വിറ്റി ഷെയർ. പിന്നെ ഡിബഞ്ചർ ട്രസ്റ്റ് എന്ന് പറയുന്നത് വിജയ ബാങ്കാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ടൗൺഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു. ഇവിടെയുള്ള ആകെ എംപ്ലോയീസ് എന്ന് പറയുന്നത് 2020 കണക്ക് പ്രകാരം 2567 പേര് ഇവിടെ പെർമനന്റ് ആയിട്ട് ജോലി ചെയ്യുന്നുള്ള ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വ്യത്യാസം ഉണ്ടാകാം. അപ്പോൾ ഇവര് ഒരുപാട് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ വർക്കേഴ്സിന്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കമ്പനി പരിസ്ഥിതിക്കാണെങ്കിലും ഗവൺമെന്റിനാണെങ്കിലും ഇവിടെയുള്ള തൊഴിലാളികൾക്കാണെങ്കിലും എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാതൃക വ്യവസായ സ്ഥാപനമാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. 40 വർഷത്തോളം ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ച് വിരമിക്കുന്ന ഒരാളുടെ യാത്രയയപ്പ് ചടങ്ങ് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയത്. ഇതിന്റെ ഉള്ളിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്, എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട്. ഇതിന്റെ ഇടതുവശത്തായിട്ടാണ് ഓഡിറ്റോറിയം ഉള്ളത്. അവിടെയാണ് നമുക്ക് ചടങ്ങിൽ പങ്കെടുക്കേണ്ടത്. ഇതിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെ ക്ഷേമം കമ്പനി നന്നായി നോക്കുന്നുണ്ട്. കാരണം അതിനുവേണ്ടി ഇവർക്ക് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഇവർക്ക് ആശുപത്രി ഫെസിലിറ്റി, അതുപോലെ താമസം, അപ്പാർട്ട്മെന്റുകളാണ് ഇവരുടെ ക്വാർട്ടേഴ്സുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ RO വാട്ടറാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി, വെള്ളം, ഇതൊക്കെ ഫ്രീ ആണ്. എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് നൽകുന്നുണ്ട്. ഇതിന്റെ അകത്തേക്ക് പോകണമെങ്കിൽ പല ഭാഗത്തും സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള പെർമിഷൻ കിട്ടണം, എന്നാലും ഇതിന്റെ അകത്തേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ പരിസരമാണിത്. ഇതിനകത്ത് ഇവിടെ ഇതിന്റെ കുറച്ച് അപ്പുറത്തായിട്ടൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ അവിടെ കുറച്ച് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്ഷേത്രം ഇതിന്റെ പരിസരത്തുള്ളത്. വൈകിട്ട് 7 മണിക്കാണ് യാത്രയപ്പ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ ഇവരുടെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചതിന് ശേഷം നാളെ രാവിലെയാണ് നമ്മൾ നാമക്കലിലേക്ക് പോകുന്നത്. மற்றும் அண்டை மாநிலமான கேரளாவிலிருந்து வந்திருக்கக்கூடிய அன்பு தோழர் பிரகாசன் அவர்களுடைய உறவுகளை உங்கள் அனைவருக்கும் முதற்கண் வணக்கத்தை தெரிவித்துக் கொண்டு
இந்த இனிய நாளில் தமிழ்நாடு காகித ஆலையிலே பணியாற்றி പണിയെ நிறைவு ചെയ്യக்கூடிய തങ്ങളുടെ സഹപ്രവർത്തകനെയും സഹധർമ്മിണിയെയും ആശംസകൾ അറിയിക്കുകയും സ്നേഹോപഹാരങ്ങൾ സമ്മാനിച്ചുകൊണ്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് വാദവരാതെ പുകഴ്ത്തി പറയുകയും അതോടൊപ്പം കവിതകളുമെല്ലാം ചൊല്ലിക്കൊണ്ട് ഈ യാത്രയയപ്പ് ചടങ്ങ് അങ്ങനെ പുരോഗമിക്കുകയാണ്.